എല്ലാവർക്കും പ്രമ്യാസ് ഫുഡ് മിസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഡിന്നറായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല സോഫ്റ്റും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണിത്. ഇത് പച്ചരി കൊണ്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട്. ചൂടായി വന്ന കടായിലേക്ക് കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ ഒന്ന് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്തെടുത്ത കറിവേപ്പില, കട്ട് ചെയ്തെടുത്ത ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് ഇത് വാടി വരുന്നത് വരെ, പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്തെടുത്ത സവാള ചേർത്ത് കൊടുക്കാം. സവാളയെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ജസ്റ്റ് ഇതിൻ്റെ ഒന്ന് കളർ ചേഞ്ചായിട്ട് വരുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇപ്പോഴിത് നന്നായിട്ടൊന്ന് കളർ ചേഞ്ചായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്തെടുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് മാഷായിട്ട് വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഉപ്പുപൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുണ്ട്. കുക്ക്ഡ് ആയിട്ടുള്ള ബോൺലെസ് ചിക്കനാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ കറിയിൽ നിന്ന് എടുത്തിട്ടുള്ള ബോൺലെസ് പീസാണിത്. ഇത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾസ് ആണോ, നമുക്ക് ഏതാണോ ഇഷ്ടം, വെജാണോ നോൺ വെജാണോ, നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഫില്ലിംഗ് ഒക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പ് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്ലേവർ നോക്കിയിട്ട് വേണമെങ്കിൽ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ കറക്റ്റായിരുന്നു ടേസ്റ്റൊക്കെ. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത കൊറിയൻഡർ ലീഫാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയില നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് 2 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകിയിട്ട് ഒരു 5 മണിക്കൂർ കുതിർത്ത് വെച്ചതാണിത്. ഇനി ഇത് നമുക്ക് ജാറിലിട്ട് അരച്ചെടുക്കണം. അതിനായിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ മുഴുവനായിട്ടും ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് പച്ചരി ആയതുകൊണ്ട് 1 കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ വലിയ ജീരകവും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 കപ്പ് പച്ചരി ആയതുകൊണ്ട് 2 കപ്പ് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജീരകം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഒരു ഫ്ലേവറിനാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല ലൂസായിട്ടുള്ള ബാറ്ററാണ്. നമ്മുടെ ബാറ്റർ ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുക്ക് ചെയ്യാനായിട്ട് നോക്കാം. അതിനായിട്ട് ഞാൻ ഈ പ്ലേറ്റിലാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ പ്ലേറ്റിൽ നെയ്യൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാ സൈഡും നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്റ്റീമറിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ പ്ലേറ്റ് സ്റ്റീമായിട്ട് കിട്ടണം. അപ്പോൾ നമുക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് സ്റ്റീം ആയതിനു ശേഷം ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ സ്റ്റീമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. നല്ല ലൂസായിട്ടുള്ള ബാറ്ററാണ് ഇതിന് വേണ്ടത്. ചെറുതായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയ പ്ലേറ്റിൽ സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്കൊരു 6 പീസൊക്കെ സുഖമായിട്ട് കിട്ടും. ഞാനിതിപ്പോൾ ഫസ്റ്റിലെത്തത് കുറച്ച് കട്ടിയിലാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ മാവ് ആദ്യം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഇതൊന്ന് കുക്കായി കിട്ടാനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെയാകുമ്പോൾ ഫസ്റ്റ് ലെയർ ഒന്ന് കുക്കായിട്ട് കിട്ടും. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോൾ ഫില്ലിങ് അടിയിൽ പോകാതെ കറക്റ്റായിട്ട് സെക്കൻഡ് ലെയറായിട്ട് കിട്ടും. ഇതിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ആവി നമ്മുടെ കയ്യിലേക്ക് തെറിക്കും. അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി ഫില്ലിങ് മുഴുവനായിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്.
സൈഡിൽ വെച്ച് കൊടുക്കുന്നില്ല. സൈഡിൽ വെച്ച് കൊടുത്താൽ ഇത് കട്ട് ചെയ്യുമ്പോൾ പുറത്തേക്ക് വരും. അതുകൊണ്ട് സൈഡ് ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാ സൈഡും ഫുള്ളായിട്ട് വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് നേരത്തെ ബാലൻസ് ബാറ്റർ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം സൈഡിൽ ഫില്ല് ചെയ്തതിന് ശേഷം മുഴുവനായിട്ടും നമുക്കിത് ബാറ്റർ ഒഴിച്ചു കൊടുത്ത് ഫില്ല് ചെയ്തെടുക്കാം. കട്ടിയില്ലാതെ നേർങ്ങനെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ്. കട്ടിയിലാണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഇത് തയ്യാറാക്കി എടുക്കാം. ഇനി ഇത് ഒരു 10 മിനിറ്റ് ഫുൾ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഒന്ന് മൂടി തുറന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ബാറ്റർ കൊണ്ട് 2 എണ്ണമാണ് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ബാലൻസ് എനിക്ക് ബാറ്റർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തേത് കുറച്ച് കട്ടിയിലാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇത് നന്നായി തണിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ വിട്ട് കിട്ടുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട്. രണ്ടാമത്തത് ഞാൻ കുറച്ച് ചെറിയ പ്ലേറ്റിലായതുകൊണ്ട് കുറച്ച് നേർങ്ങനെയാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അതും നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ചെറുതായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 6 പീസൊക്കെ സുഖമായിട്ട് ആക്കിയെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് സിമ്പിൾ റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.